നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ടിയം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഫണ്ടിങ് എന്താണെന്ന് പഠിക്കും, അതുപോലെ തന്നെ എങ്ങനെയാണ് അത് സംഭവിക്കുന്നതെന്ന് പഠിക്കും, അതുപോലെ തന്നെ എന്തിനാണ് അത് ചെയ്യുന്നതെന്ന് പഠിക്കും. അപ്പോൾ സ്മാർട്ട് മണി കോൺസെപ്റ്റിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, തീർച്ചയായിട്ടും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഓപ്പറേറ്റേഴ്സും ഉണ്ട്, റീറ്റെയിലേഴ്സും ഉണ്ട്. അപ്പോൾ എന്താണ് സ്റ്റോപ്പ് ലോസ് ഫണ്ടിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റീറ്റെയിലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് ഓപ്പറേറ്റേഴ്സ് പ്രോഫിറ്റ് എടുക്കുന്നതിനെയാണ് സ്റ്റോപ്പ് ലോസ് ഫണ്ടിങ് എന്ന് പറയുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും, മാർക്കറ്റിൽ ബിഗ് പ്ലേയേഴ്സിൻ്റെ അകത്ത് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ഉണ്ട്, ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ബിഗ് പ്ലേയേഴ്സ് ഉണ്ട്, സ്മാർട്ട് മണി ഉണ്ട്. അപ്പോൾ ഇവർ സ്റ്റോപ്പ് ലോസിൻ്റെ റീറ്റെയിലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യിപ്പിച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന മെത്തേഡിനെയാണ് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നടക്കുന്നത് അല്ലെങ്കിൽ നടത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ബിഗ് പ്ലേയേഴ്സിൻ്റെ കയ്യിൽ എന്താണ്, ഒരുപാട് ക്യാപിറ്റൽ ഉണ്ട്, അവർക്ക് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ഇപ്പോൾ നോർമലായിട്ട് ഒരു സപ്പോർട്ട് റീജിയനിൽ ഇങ്ങനെ ഒരു സ്റ്റോക്ക് വരുന്ന സമയത്ത് റീറ്റെയിലേഴ്സ് എന്താണ് ചെയ്യുന്നത്, അവരോട് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു സപ്പോർട്ട് റീജിയനിൽ വരുന്ന സമയത്ത് അവിടെ ബൈ ചെയ്യുക, അവിടെ നിന്ന് വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നുള്ള രീതിയിലാണ്. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ റീറ്റെയിലേഴ്സ് വന്ന് അവിടെ ബൈ ചെയ്യും, അതിനുശേഷം പ്രൈസ് ബൈ ചെയ്യും, തൊട്ട് താഴെ ഒരു സ്റ്റോപ്പ് ലോസ് ഇടും. അപ്പോൾ വീണ്ടും പ്രൈസ് കുറച്ച് മുകളിലേക്ക് പോയി താഴോട്ട് വീണ്ടും ആ ഒരു സപ്പോർട്ട് റീജിയനിൽ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ബിഗ് പ്ലേയേഴ്സ് ആ ഒരു സപ്പോർട്ടിനെ കുറച്ച് ഹെവി ആയിട്ട് ആ ഒരു റീജിയനിൽ സെല്ല് ചെയ്ത് ആ ഒരു സപ്പോർട്ടിനെ ബ്രേക്ക് ഡൗൺ ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് വരുന്നതനുസരിച്ച് ആ റീറ്റെയിലേഴ്സിൻ്റെ ആ ഒരു സ്റ്റോപ്പ് ലോസ് കട്ട് ചെയ്യിപ്പിക്കുന്നു, ഇവിടെ എൻട്രി എടുത്തിരുന്ന റീറ്റെയിലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് കട്ട് ചെയ്യിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ ബ്രേക്ക് ഡൗൺ ക്യാൻഡിലിൽ കൂടുതലായിട്ട് റീറ്റെയിലേഴ്സ് വീണ്ടും സെല്ല് ചെയ്യുന്നതനുസരിച്ച് പ്രൈസ് സ്ട്രോങ് ആയിട്ട് താഴോട്ട് പോരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതൊരു മെത്തേഡാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ഹണ്ട് ചെയ്യുന്നത്. ഇനി നമ്മുടെ രണ്ടാമത്തെ ഒരു മെത്തേഡാണ് നമുക്കറിയാം, ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും, ആ ഒരു റെസിസ്റ്റൻറ്റിൻ്റെ മുകളിലേക്ക് ഓപ്പറേറ്റേഴ്സ് അതിനെ ബ്രേക്ക് ഔട്ട് ചെയ്ത് നിർത്തും. അപ്പം ഇവിടെ അറിയാം, നമുക്ക് ഇവിടെ ഒരു റെസിസ്റ്റൻസിൻ്റെ അതിന് മുകളിൽ കയറി ഒരു ബ്രേക്ക് ഔട്ട് ചെയ്ത് നിർത്തും. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ റീറ്റെയിലേഴ്സിനോട് എന്താണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്, നമ്മുടെ ആ ഒരു റെസിസ്റ്റൻസ് ലെവലിനെ ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്, അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവിടെ ബൈ ചെയ്യാമെന്നാണ് റീറ്റെയിലേഴ്സിനെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ റീറ്റെയിലേഴ്സ് അവിടെ വന്ന് ബൈ ചെയ്യാൻ പോവുകയാണ്. ബൈ ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, അതിന് തൊട്ട് താഴെ ഒരു സ്റ്റോപ്പ് ലോസ് ഇടും. ആ ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിലായിരിക്കും നമ്മൾ, അതിൻ്റെ താഴെയായിരിക്കും നമ്മൾ, അതിൻ്റെ ലോയിലായിരിക്കും നമ്മൾ SL ഇടുന്നത്. അപ്പം അതിനുശേഷം പ്രൈസ് കുറച്ച് മുകളിലേക്ക് പോകും. അതിനുശേഷം ബിഗ് പ്ലേയേഴ്സ് അവിടെ വന്ന് സെല്ല് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേനും പ്രൈസ് താഴോട്ട് വന്ന് റീറ്റെയിലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യിപ്പിക്കുന്നു. ഇങ്ങനെ രണ്ട് രീതിയിലാണ് ബിഗ് പ്ലേയേഴ്സ് നമ്മുടെ മാർക്കറ്റിലുള്ള റീറ്റെയിലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യിപ്പിച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. ഇനി എന്തിനാണ് ഈ ബിഗ് പ്ലേയേഴ്സ് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനാണ് ടു ജനറേറ്റ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരുപക്ഷെ ബിഗ് പ്ലേയേഴ്സ് ഇങ്ങനെ ഒരു റെസിസ്റ്റൻസ് പോയിന്റിൽ അവർക്ക് ഹെവി ആയിട്ട് ഒരു ക്വാണ്ടിറ്റി, മാക്സിമം ബിഗ് പ്ലേയേഴ്സ് എന്താണ്, വലിയ ക്വാണ്ടിറ്റിയിലായിരിക്കും വാങ്ങുന്നത്, അല്ലെങ്കിൽ വലിയ ക്വാണ്ടിറ്റിയിലായിരിക്കും വിൽക്കുന്നത് റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ റീറ്റെയിലേഴ്സ് ഏതൊരു പോയിന്റിലാണെങ്കിലും നമുക്ക് ബൈ ഓർഡറോ സെൽ ഓർഡറോ ഇട്ട് കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ആവും. ബട്ട് ബിഗ് പ്ലേയേഴ്സ് ഇങ്ങനെ ഒരു പോയിന്റിൽ വലിയ ബൾക്കായിട്ട് എമൗണ്ട് സെല്ല് ചെയ്യാൻ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. കാരണം എന്താണ്, ഇങ്ങനെ ഒരു പോയിന്റിൽ എല്ലാവർക്കും അറിയാം, റീറ്റെയിലേഴ്സിനും അറിയാം, ബിഗ് പ്ലേയേഴ്സിനും അറിയാം, ഈ ഒരു പോയിന്റ് ഒരു സെല്ലിംഗ് പോയിന്റ് ആയി മാറിയേക്കാമെന്ന്. അപ്പോൾ കൂടുതൽ ബിഗ് പ്ലേയേഴ്സ് ഹെവി ആയിട്ട് ക്വാണ്ടിറ്റി സെല്ലിംഗ് ഇട്ട് കഴിഞ്ഞാൽ റീറ്റെയിലേഴ്സ് അവിടെ സെല്ല് തന്നെയാണ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ ആ ഓർഡർ മാച്ചാകാതെ വരും, അതുകൊണ്ട് തന്നെ അവിടെ ഒന്നും സംഭവിക്കാതെ വരും, അപ്പം സെല്ലിങ് നടക്കാതെ വരും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യും, ബിഗ് പ്ലേയേഴ്സ് പതുക്കെ കുറച്ച് എമൗണ്ട് ബിഗ് പ്ലേയേഴ്സ് ബൈ ചെയ്ത് അതിനെ ആ ഒരു റെസിസ്റ്റൻസിനെ ഒന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ആ ഒരു റീജിയനെ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോഴത്തേനും റീറ്റെയിലേഴ്സ് എല്ലാവരും പറയും, യൂട്യൂബ് വീഡിയോസിലും ബാക്കിയുള്ള ചാനൽസിലും പറയും, കൃത്യമായിട്ടുള്ള ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്, നമുക്കിവിടെ ബൈ ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടുതൽ റീറ്റെയിലേഴ്സ് അവിടെ ബൈയിങ് ഓർഡർ ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ബൈയിങ് ഓർഡർ ഇടുന്നതനുസരിച്ച് അവിടെ എന്താണ്, ലിക്വിഡിറ്റി കൂടും, നമുക്ക് സെല്ല് ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി വരും. അപ്പോൾ പ്രൈസ് പതുക്കെ മുകളിലേക്ക് പോകും. ആ ഒരു സമയത്ത് ബിഗ് പ്ലേയേഴ്സ് വന്ന് കൂടുതൽ എമൗണ്ട് ബൾക്കായിട്ട് അങ്ങ് സെല്ല് ചെയ്യുന്നതനുസരിച്ച് പ്രൈസ് വീണ്ടും താഴോട്ട് വരുമ്പോഴത്തേനും അപ്പം ഈ ഒരു റീജിയന് വീണ്ടും ബ്രേക്ക് ഡൗൺ തന്നുകൊണ്ട് തന്നെ റീറ്റെയിലേഴ്സ് പുതിയ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി കണ്ടെത്തും. അതുപോലെ തന്നെ ഇവിടെ എൻട്രി എടുത്തവരുടെ സ്റ്റോപ്പ് ലോസും ഹിറ്റാവും. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, അതിനുശേഷം പ്രൈസ് താഴോട്ട് വരും. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ഇവിടെ ബൈ ചെയ്ത റീറ്റെയിലേഴ്സിൻ്റെ SL ഇവിടെ ഹിറ്റാക്കി. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ റീറ്റെയിലേഴ്സ് സെല്ല് ചെയ്ത് താഴോട്ടും കൊണ്ടിരുന്നു, ബിഗ് പ്ലേയേഴ്സ് സെല്ല് ചെയ്തവർക്ക് പ്രോഫിറ്റ് കിട്ടുന്നു. അതുപോലെ തന്നെ ഹെവി ക്വാണ്ടിറ്റിയിൽ ലിക്വിഡിറ്റിയോട് കൂടി അവർക്ക് സെല്ല് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി തരുന്നു. പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേനും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള വീഡിയോസ് മുമ്പോട്ടും വേണമെങ്കിൽ, അതായത് ഈ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിൻ്റെ ഇനിയും മുമ്പോട്ട് സീരീസ് വേണമെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേനും നമുക്കൊരു എക്സാമ്പിളായിട്ട് കാണാൻ സാധിക്കും. എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഇങ്ങനെ ഒരു റീജിയൻ നല്ലൊരു റെസിസ്റ്റൻസ് റീജിയൻ ആയിരുന്നു. ഈ ഒരു റീജിയൻ കൃത്യമായിട്ട് ഇവിടെ വന്ന് ബിഗ് പ്ലേയേഴ്സിനെ ഇതിനെ ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്, റീറ്റെയിലേഴ്സ് കൃത്യമായിട്ട് വീണ്ടും ബൈ ചെയ്യാൻ തുടങ്ങി. ആ ഒരു സമയത്ത് ബിഗ് പ്ലെയർ സെല്ല് ചെയ്ത് താഴോട്ട് കൊണ്ടുവന്നു. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മളൊരു പുതിയൊരു ഫ്രഷ് എൻട്രി എടുക്കുകയാണെങ്കിൽ നമ്മൾ എവിടെയാണ് എൻട്രി എടുക്കേണ്ടത്, നമ്മൾ ഇവിടെ നമ്മുടെ റീറ്റെയിലേഴ്സിൻ്റെ SL
ഈ ഒരു റീജിയനിലായിരിക്കും ഇടുന്നത്. ആ ഒരു SL കട്ടാകുന്ന സമയത്തായിരിക്കും നമ്മൾ ഫ്രഷ് എൻട്രി എടുക്കേണ്ടത്. നമ്മൾ റീറ്റെയിലേഴ്സിനെ പോലെയല്ല ചിന്തിക്കേണ്ടത്, നമ്മൾ ബിഗ് പ്ലെയറിനെ പോലെ ചിന്തിക്കണം. അതിനുശേഷം നമ്മൾ ഇതിന് മുകളിൽ നമ്മൾ SL ഇടുന്നു, താഴോട്ടുള്ള നമുക്ക് ടാർഗറ്റിന് വേണ്ടി മുമ്പോട്ട് പോകും. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിന്നിങ് റേറ്റ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് നല്ല റിസ്ക് റിവാർഡ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഫേക്ക് ആയിട്ടുള്ള ബ്രേക്ക്ഔട്ട്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഞാനിവിടെ BSCയുടെ 15 മിനിറ്റിൽ ഒരു ടൈം ഫ്രെയിം ചാർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു റീജിയൻ സപ്പോർട്ട് റീജിയൻ ആണ്. ഈ ഒരു റീജിയനിൽ വരുമ്പോൾ എന്താണ്, റീറ്റെയിലേഴ്സ് വീണ്ടും ബൈയിങ് നടത്തുന്നു. ഈ ഒരു റീജിയനിൽ വരുമ്പോൾ റീറ്റെയിലേഴ്സ് എന്താണ്, വീണ്ടും ബൈയിങ് നടത്തുന്നു. അപ്പോൾ അതിനുശേഷം വീണ്ടും പ്രൈസ് താഴോട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു റീജിയനിൽ ബിഗ് പ്ലെയർ എന്ത് ചെയ്യുന്നു, ആ ഒരു ഞാൻ സൂം ചെയ്യാം, ഇങ്ങനെ ഒരു റീജിയനിലേക്ക് വരുമ്പോഴത്തേനും ബിഗ് പ്ലെയർ എന്ത് ചെയ്യുന്നു, ബിഗ് പ്ലെയർ ഈ ഒരു റീജിയനിൽ കണ്ടോ കൃത്യമായിട്ടൊരു വലിയൊരു റെഡ് ക്യാൻഡിലോട് കൂടി ഇവിടെ എൻട്രി എടുത്തവരും ഒരുപക്ഷെ ഈ താഴെയായിരിക്കും SL ഇട്ടിരിക്കുന്നത്. അവർ SL ഹിറ്റ് ആക്കിക്കുന്നു. അതുപോലെ തന്നെ അവിടെ റീറ്റെയിലേഴ്സ് ബ്രേക്ക്ഔട്ട് കണ്ട് സെല്ല് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് എന്താണ്, ബിഗ് പ്ലെയർ പതുക്കെ ബൈ ചെയ്യുന്നു, പതുക്കെ ബൈ ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പം ഇവിടെയുള്ള റീറ്റെയിലേഴ്സിനെ അവരെ എക്സിറ്റും ആക്കി ഇവിടെ സെല്ല് ചെയ്ത റീറ്റെയിലേഴ്സിനെ അവരുടെ SL ഒരുപക്ഷെ ഈ ഒരു റീജിയനിലായിരിക്കും ഇട്ടിരിക്കുന്നത്, അവരെ എക്സിറ്റ് ആക്കി അതിനുശേഷം ബിഗ് പ്ലെയർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. അതിനുശേഷം മാർക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് മാർക്കറ്റിൽ കാണും. കുറച്ച് ശ്രദ്ധിച്ച് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ കാണാൻ സാധിക്കും. നമുക്ക് മറ്റൊരു എക്സാമ്പിളിലേക്ക് പോകാം. മറ്റൊരു എക്സാമ്പിളിൽ നമുക്കറിയാം ഈ ഒരു റീജിയൻ നല്ലൊരു റെസിസ്റ്റൻസ് റീജിയൻ ആയിരുന്നു. ഇവിടെ നല്ലൊരു റെസിസ്റ്റൻസ് റീജിയൻ ആയിരുന്നു. ബിഗ് പ്ലെയർ ഇവിടെ നിന്ന് വന്നിട്ട് കൃത്യമായിട്ട് അതിനെ ബ്രേക്ക്ഔട്ട് ചെയ്യിപ്പിച്ചു. ബ്രേക്ക്ഔട്ട് ചെയ്തതിന് ശേഷം അവിടെ റീറ്റെയിലേഴ്സ് ബ്രേക്ക്ഔട്ട് ചെയ്തതിനൊപ്പം തന്നെ ഈ ഒരു റീജിയനിൽ ചിലപ്പോൾ സെല്ല് ചെയ്തവർ ഒരുപക്ഷെ ഈ മുകളിലായിരിക്കും SL ഇട്ട് വെച്ചിരിക്കുന്നത്. ഈ റീജിയനിലൊക്കെ സെല്ല് ചെയ്തവർ ഒരുപക്ഷെ ഇവിടെ ആയിരിക്കും SL ഇട്ട് വെച്ചിരിക്കുന്നത്. അവരുടെ SL കട്ടാക്കിക്കുന്നു. അതുപോലെ തന്നെ അവിടെ നിന്ന് പുതിയ ആൾക്കാർ ബൈ ചെയ്യാൻ വരുന്നു. ആ ഒരു സമയത്ത് ശക്തമായിട്ട് ഹെവി ആയിട്ട് സെല്ല് ചെയ്ത് വീണ്ടും താഴോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഈ ഒരു റീജിയനിൽ ബൈ ചെയ്ത ആൾക്കാരുടെ ഒക്കെ സ്റ്റോപ്പ് ലോസും ഹിറ്റാക്കി താഴോട്ട് വരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പോയിന്റിൽ നമുക്ക് വ്യക്തമായിട്ട് ഇതൊരു ട്രാപ്പായിരുന്നു, ഫാൾസ് ബ്രേക്ക്ഔട്ട് ആവുന്ന മനസ്സിലാക്കി ഇങ്ങനെ ഒരു റീജിയനിൽ നമ്മൾ വീണ്ടും ആ ബിഗ് പ്ലെയറിൻ്റെ കൂട്ടത്തിൽ ഡൗൺ സൈഡ് എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹെവി ആയിട്ടുള്ള മാർക്കറ്റിൽ മൂവ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഇവിടെ എന്താണ്, നമുക്ക് ചെറിയൊരു SL മുകളിൽ ഇട്ട് കൊടുത്താൽ മതി. ഇൻ കേസ് തിരിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ കൃത്യമായിട്ട് ആ ഒരു സ്റ്റോപ്പ് ലോസ് മാർക്കറ്റിന് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും വാല്യുബിൾ ആയിട്ടുള്ള ടോപ്പിക്സാണ്. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്കറിയാം GRSC എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക് കുറേ നാളിങ്ങനെ നിന്നിട്ട് ഇത് മുകളിലേക്ക് പോകണമായിരുന്നു. ഇപ്പോൾ ഡെയിലി ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു റീജിയനൊക്കെ നല്ല സപ്പോർട്ട് റീജിയൻ ആയിരുന്നു. ഇവിടെ എൻട്രി എടുത്തവർക്ക് ഇവിടെ പ്രോഫിറ്റ് കിട്ടിയോ? ഈ ഒരു റീജിയനിൽ പ്രോഫിറ്റ് കിട്ടിയോ? ഇല്ല. അവരെല്ലാവരെയും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യിപ്പിച്ച് പുറത്തിറക്കാൻ മാർക്കറ്റ് ശ്രമിച്ചു. അതിനുശേഷം വീണ്ടും ഇവിടെയൊക്കെ എൻട്രി എടുത്തവരെ അവർക്കും പ്രോഫിറ്റ് കൊടുക്കാൻ മാർക്കറ്റ് ട്രൈ ചെയ്തോ? ഇല്ല. അവരുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നോക്കി. അതിനുശേഷം ഈ ഒരു റീജിയനിൽ എൻട്രി എടുത്തവർക്ക് അവരെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കി. അവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഇതിന് താഴെയായിരിക്കും ഇടുന്നത്. അവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യിപ്പിച്ചു. അതിനുശേഷമാണ് മാർക്കറ്റ് കൃത്യമായിട്ട് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ പിടിച്ചത്. അപ്പോൾ എന്താണ്, റീറ്റെയിലേഴ്സ് വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ബിഗ് പ്ലെയേഴ്സ് ശ്രമിച്ചു കഴിഞ്ഞാൽ ഓരോ സ്റ്റോക്കിൻ്റെയും, അതായത് ചെറിയ സ്മോൾ ക്യാപ്, മീഡിയം ക്യാപ് സ്റ്റോക്കുകളെ ഒരു പരിധി വരെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം അവരുടെ കയ്യിൽ കൂടുതൽ ഹെവി എമൗണ്ട് ഉണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നമ്മളത് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ ഓരോ ചാർട്ട് അനലൈസ് ചെയ്യുന്ന സമയത്തും ഇത് ശരിയായ ബ്രേക്ക്ഔട്ട് ആണോ ഫാൾസ് ബ്രേക്ക്ഔട്ട് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അതിനനുസരിച്ച് ബിഗ് പ്ലെയറിൻ്റെ കൂട്ടത്തിൽ എൻട്രി എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വിന്നിംഗ് പ്രോബിലിറ്റി കൂടാനുള്ള പൊട്ടൻഷ്യലുണ്ട്. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ കൃത്യമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചോ ക്രിപ്റ്റോ ട്രേഡിങ്ങോ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് ഒക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. തീർച്ചയായിട്ടും പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഞാൻ ഈ വീഡിയോ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് ചെയ്യുന്നത്, ഒരിക്കലും ഒരു റെക്കമെൻഡേഷൻ അല്ല. ഓക്കെ, താങ്ക് യു.